മറ്റു കുട്ടികളുമായിട്ട് സമപ്രായക്കാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കളിക്കാനുള്ള കഴിവ്, അതൊരു സ്കിൽഡ് ബിഹേവിയർ. പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ഇല്ലാത്ത കുട്ടികൾക്ക് ബിഹേവിയറൽ തെറപ്പി കൊടുക്കുമോ? ആക്ച്വലി ബിഹേവിയർ തെറാപ്പിയുടെ ഫോക്കസ് തന്നെ പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് മാനേജബിൾ ആക്കിയിട്ട് അവരുടെ സ്കിൽഡ് ബിഹേവിയേഴ്സ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ആ കുട്ടിക്ക് പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് ഉണ്ടാവില്ല, പക്ഷേ ആ കുട്ടിക്ക് സ്കിൽഡ് ബിഹേവിയേഴ്സ് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ബിഹേവിയർ തെറാപ്പി കൊടുക്കും. ഇപ്പോൾ സ്കിൽഡ് ബിഹേവിയേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ മറ്റു കുട്ടികളുമായിട്ട് സമപ്രായക്കാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കളിക്കാനുള്ള കഴിവ്, അതൊരു സ്കിൽഡ് ബിഹേവിയർ. ചില കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിഹേവിയർ തെറാപ്പി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ടേൺസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ടോളറൻസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാനുള്ള സ്കില്ല്, അതുപോലെ റൂൾസ് റെഗുലേഷൻസ് മനസ്സിലാക്കാനുള്ള സ്കില്ല്, പിന്നെ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കഴിയുന്നത് വരെ അതിൽ ഫോക്കസ് ചെയ്യാനുള്ള സ്കില്ല്. അപ്പോൾ ഇത്തരം സ്കിൽഡ് ബിഹേവിയേഴ്സ് ഇല്ലെങ്കിലും നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്തായാലും ആ കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്.